പട്ടയം ലഭിക്കാനുള്ള അർഹതയുടെ വരുമാന പരിധി 2.5 ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചേർത്തല അരൂർ മണ്ഡലത്തിലുള്ള പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പട്ടയ അർഹതയുടെ വരുമാന പരിധി 2.5 ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചേർത്തല അരൂർ നിയോജക മണ്ഡലം പട്ടയമേള പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സർട്ടിഫിക്കറ്റുകൾ 12 കോടി കേരളത്തിലെ ഗവൺമെന്റ് റവന്യൂ വകുപ്പ് വിതരണം ചെയ്തിട്ടുള്ളത്. പുതിയ കാലത്ത് പട്ടയ വിതരണത്തിന് ഒരു പ്രധാന തടസ്സമായിരുന്നത് വരുമാന പരിധിയാണ്. 1 ലക്ഷം രൂപ വരെ വരുമാനമാണ് പട്ടയ വിതരണത്തിന് ആധികാരിക മാനദണ്ഡങ്ങളിലൊന്നായി നിശ്ചയിച്ചിരുന്നത്. ഈ പട്ടയ അർഹതയുടെ വരുമാന പരിധി കാലാനുസൃതമായി 2.5 ലക്ഷമാക്കി ഉയർത്താനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ പരിശോധനയെല്ലാം ഇടയ്ക്ക് നടന്നിരുന്നു. അതിന് കൃത്യമായി അത് വീണ്ടും നടത്തി എന്തെല്ലാമാണ് ഇന്ന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്, പട്ടയം കൊടുക്കുന്ന തടസ്സമായിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് നോക്കി വളരെ വേഗത്തിൽ മനുഷ്യരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. അനിശ്ചിതമായി ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നീണ്ടുപോകരുത്. അതിൻ്റെ പട്ടയഭൂമിയിൽ താമസിക്കുന്ന ഭൂമിയുടെ രേഖയും എല്ലാം ഉള്ളവർക്ക് ആ പ്രയാസം മനസ്സിലാവില്ല. ഒരു ലോൺ എടുക്കാൻ പോലും അവർക്ക് ഒന്ന് ഈടുവെക്കണമെന്നല്ലേ എങ്കിൽ പോലും അതിന് പോലും കഴിയുന്നില്ല. ഒരു ആനുകൂല്യം കിട്ടുമ്പോൾ അതിൻ്റെ പ്രശ്നം എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളാണ് നിൽക്കുന്നതെല്ലാം. അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മളെല്ലാവരും അതിനെ പ്രവർത്തിക്കണം. ഇത്ര വേഗത്തിൽ ഇത്രയും പട്ടയം തയ്യാറാക്കിയതിന് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും റവന്യൂ വകുപ്പിലെ മൊത്തം ഉദ്യോഗസ്ഥരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ഇനിയും ഉള്ളത് എത്രയാണ് പെൻഡിങ് ചേർത്തല താലൂക്കിലുള്ളത്, അതിൻ്റെ ഒരു കണക്കെടുപ്പ് ഉണ്ടാവണം. ഞാൻ തഹസിൽദാരോടും മറ്റു ഉദ്യോഗസ്ഥരോടും പറയുന്നു, സ്വന്തം പേരിൽ ഭൂമിയില്ലാത്തവരുടെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ് രേഖയുള്ള ഭൂമിയെന്നും നിരവധി സാധാരണക്കാരുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിശ്രമമില്ലാത്ത ശ്രമത്തിലാണ് സർക്കാരെന്നും പി പ്രസാദ് കൂട്ടിച്ചേർത്തു. ആകെ 69 പട്ടയങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. ദലീമ ജോജോ MLA, ADM ആശാസി എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK സാബു, പട്ടണക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ജയപാൽ, ചേർത്തല തഹസീൽദാർ S ഷീജ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു.